നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കാം. അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റക്നെസ്, ഒരു സ്റ്റക്നെസ്സിൽ ഒരു മാറ്റം ഉണ്ടാവണം, ഒരു ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ഒരു വേഗത ഉണ്ടാവണം. ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഇൻറ്റ്യൂഷണലി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് അവയർനെസ് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണ്. അവർക്ക് ഈ ഒരു സ്വന്തം നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം പോലെ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് നിങ്ങൾ അകന്ന് കാണുന്നൊരു സമയമാണിപ്പോൾ. പക്ഷേ എങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ആ വ്യക്തി അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്തിരുന്ന നെഗറ്റിവിറ്റീസ് എല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞതിനെ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവണം എന്നവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അതിലൂടെയാണ് അവരുടെ ലൈഫിന് ആ ഒരു പ്രോസ്പെറിറ്റി ഉണ്ടാവുന്നത് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം, മേ ബി അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ അതെല്ലാം അവർ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റക്നെസ് മാറിപ്പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്നവർ തീരുമാനിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യെസ്, കാരണം അത്രമാത്രം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇൻറ്റ്യൂഷൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ മാത്രം അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത്. നിങ്ങൾ എപ്പോഴാണ് അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത്, അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം അവരോട് നിങ്ങൾ ക്ഷമിക്കുന്നൊരു മൊമെന്റ്, നിങ്ങൾ രണ്ടുപേരും ആ ഒരു പഴയ പോലെ ആ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടൊക്കെ അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത്തരത്തിലുള്ള ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്ന് ഈ ഒരു മൊമെന്റിൽ പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവരുടെ ജീവിത പങ്കാളിയാക്കണമെന്ന് അവർ വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ട്. രണ്ടുപേരും ഒരേ സമയത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റീസും മാറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് സൈൻസ് നിങ്ങൾ കാണുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഒത്തിരി ബട്ടർഫ്ലൈ സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റീസ് തോന്നുന്ന 333 എന്നുള്ള ഏഞ്ചൽ നമ്പർ ആയിരിക്കാം, 111 എന്നുള്ള ഏഞ്ചൽ നമ്പർ ആയിരിക്കാം നിങ്ങൾ കാണുന്നുണ്ടാവാം. അതെല്ലാം ഇതിനുള്ളൊരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം.
അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരിൽ ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതായിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയധികം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് അവർ നൽകിയിരിക്കുന്നത്. അത്രമാത്രം അവരുടെ ഹൃദയത്തെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രണയമെന്ന് അവരിപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയായിട്ട് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. നിങ്ങൾക്കും ഇൻഡ്യൂഷണലി ഈ ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ വ്യക്തി തീർച്ചയായിട്ടും എന്നിലേക്ക് തിരികെ വരും എന്ന് നിങ്ങളും ഉറച്ച് വിശ്വസിക്കുന്നുണ്ടാവാം. ഓക്കെ. അത്രമാത്രം ഒരു സോൾ കണക്ഷൻ ആണ് ഈ റിലേഷൻഷിപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ. നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മാറണമെന്ന് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങൾ തമ്മിൽ റിയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ ടൈമാണ് ഇത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവർക്ക് ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി സൈൻസ് ആണ് നിങ്ങൾ കാണുന്നത്. എസ്പെഷ്യലി ബട്ടർഫ്ലൈ സൈൻസ്. ഓക്കെ. ആൻഡ് ലിവ് ഇൻ ദ മൊമെന്റ്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാടായിട്ട് എന്താണ് നെഗറ്റീവ് തിങ്കിങ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്തിട്ട് ഈ ഒരു നിമിഷത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ കഴിയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ലക്ക് ഈസ് ഓൺ യുവർ സൈഡ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഭാഗ്യം നിങ്ങളുടെ വശത്താണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. വാട്ട് ഡു യു നീഡ് ടു റിലീസ്? ഓക്കെ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങൾ മറക്കാനായിട്ടും റിലീസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഓക്കെ. ആൻഡ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രയധികമുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ.